സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുണ്ട്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. നാളെ 9 ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു. പ്രശാന്ത്, തലസ്ഥാനത്തടക്കം വലിയ മഴയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിത്തെ, തലസ്ഥാനത്ത് ശക്തമായ മഴയാണ് തുടരുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറായി തിരുവനന്തപുരത്തടക്കം ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യമുള്ളത്. ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയ്ക്ക് 3 മണിക്കൂറിലേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നും നാളെയും ശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് 11 ജില്ലകൾക്കായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ 11 ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് 3 മണിക്കൂറിലേക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്. നാളെയും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളിൽ പറയുന്നത്. നാളെ 9 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിലക്ക് തുടരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലുമെല്ലാം ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിലായി തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചും ശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്. വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ തന്നെ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മറ്റു ജില്ലകളിലടക്കം മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, തീരദേശ മേഖലകളിലുള്ളവർ, ഇത്തരം മേഖലകളിൽ താമസിക്കുന്നവർ അടക്കം, അതായത് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കത്തിന് സാധ്യതകളൊക്കെ ഉള്ള ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് അതിപ്പോഴും തുടരുകയാണ്. നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലടക്കം മുന്നറിയിപ്പും ഇതുതന്നെയാണ് പറയുന്നത്. മഴ ശക്തി പ്രാപിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇത്തരത്തിൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി മഴയില്ലായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും മഴയുടെ ഒരു ശക്തി വീണ്ടും ഉണ്ടാകുന്നത്. അടുത്ത 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴയുണ്ടാകും. അതിനുശേഷം വീണ്ടും മഴ കുറച്ച് ദിവസത്തിൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ ജില്ലയിലെ നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ഗ്രാമീണ മേഖലകളിലെല്ലാം കഴിഞ്ഞ ഉച്ച തൊട്ട് തന്നെ മഴ ശക്തമായി തന്നെ ലഭിക്കുന്നുണ്ട്. വൈകുന്നേരമായതോടുകൂടി തന്നെ തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശങ്ങളിലും മഴ പെയ്തു തുടങ്ങി. കഴിഞ്ഞ 2 മണിക്കൂറായി തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. നാളെ വയനാട് ജില്ലയ്ക്ക് വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കളക്ടർ. ഇത്തരത്തിൽ മഴയുടെ പശ്ചാത്തലത്തിൽ ഒരു ജാഗ്രത കൈവെടിയരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ മേഖലകളോ അല്ലെങ്കിൽ മറ്റ് സമാന മേഖലകളിലൊക്കെ താമസിക്കുന്നവർ അതത് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ അത് കാര്യമായി ഗവനിക്കുകയും അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള നീക്കങ്ങളടക്കം നടത്തണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലായാലും ശരി, തലസ്ഥാന നഗരിലേക്കായാലും ശരി, ശക്തമായ കാറ്റും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ മഴ കനക്കുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തന്നെ പറയുന്നത്. ഈ ഏതാനും മണിക്കൂറുകൾ കൂടി തലസ്ഥാന നഗരിയിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ കൂടി പറയുന്നത്. 3 മണിക്കൂറിലേക്ക് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമ്പാനൂരും കിഴക്കേക്കോട്ടയും അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യവും തിരുവനന്തപുരത്തുണ്ട്. പ്രജിത്ത്. ഓക്കെ പ്രശാന്ത്, എന്തായാലും മഴ കനക്കുകയാണ്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴയുണ്ട് എന്നുള്ളതാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകുന്ന വിവരം.